അപ്പോൾ KL ട്രക്കർ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കപ്പോൾ അടുത്തൊരു ലോഡായിട്ടുണ്ട്. ഇവിടെ പെരുന്തുറയെന്നാണ് ലോഡ്. തമിഴ്നാട് ഈ റോഡിനടുത്ത് പെരുന്തുറയെന്ന് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണേക്കാണ് ലോഡ്. അപ്പോൾ നമ്മളത് കയറ്റാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കാം. തമിഴ്നാടിൻ്റെ ഗ്രാമപ്രദേശങ്ങളിലൂടെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ തിരക്കൊന്നും ആൾക്കാരും ബഹളൊന്നും ഇല്ലാത്ത ഏരിയാസ് കേട്ടോ. ഇവിടെ കൂടുതൽ സ്ഥലവും നമ്മുടെ കേരളത്തിനേക്കാൾ വലിപ്പമുള്ളതുകൊണ്ട് കൂടുതൽ സ്ഥലങ്ങളും ഇങ്ങനെ. ഇവിടെ നമുക്ക് കുറച്ചുകൂടിയും പോകാനുണ്ട്. ഇനി ഒരു 40 കിലോമീറ്റർ കൂടിയും പോകാനുണ്ട്. നമ്മൾ ഇറക്കിയ സ്ഥലത്തു നിന്ന് ലോഡ് തിരിച്ചായില്ല ആ ഏരിയ എന്നൊന്നും. അപ്പോൾ കുറച്ച് ഇപ്പുറത്തു നിന്നാണ് എടുക്കുന്നത്. ഇനി ഒരു 40 കിലോമീറ്റർ ഉണ്ടാവും പോകാൻ. കാരണം നമ്മളിവിടെ ഒരു ഹൈവേയിൽ വന്ന് കയറി കേട്ടോ, ആ റോട്ടിൽ നിന്ന്. ഇത് തമിഴ്നാട് ധാരാപുരം എന്ന് പറയുന്ന സ്ഥലമാണ് കാണുന്ന ഒരു ടൗൺ ഏരിയ ആണ്. ഈ റോഡ് നേരെ പോയിട്ട് വേണം അവിടെ നിന്ന് റൈറ്റ് എടുത്ത് കട്ട് ചെയ്ത് പോവാം. ഇവിടുത്തെ റോഡുകളൊക്കെ നല്ല സേഫ്റ്റി ആയിട്ടുള്ള, എല്ലായിടത്തും ഹമ്പും കാര്യങ്ങളും മറ്റു വാണിംഗ് ലൈറ്റും അതുപോലെ ബോർഡുകളും എല്ലാം ഉണ്ടാവും. എല്ലാം പെർഫെക്റ്റ് ഓക്കെയാണ്. എനിക്ക് തോന്നിയിട്ടുണ്ട് ആവശ്യത്തിൽ ഓവറായിട്ട് ഇവിടെ ഹമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന്. അങ്ങനെ തോന്നുന്ന ചില സ്ഥലങ്ങളെടുക്കും. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ ആ പരിപാടിയൊക്കെ കുറച്ച് കമ്മിയാട്ടോ. ആവശ്യമുള്ളിടത്തൊന്നും ഹമ്പില്ലാത്ത പോലെയാണ്. അങ്ങനെ ഒരുപാട് സ്ഥലം ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒരു ഹമ്പ് ഉണ്ടെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ട്. ചില സ്കൂൾ ഏരിയയിൽ പോലും ഹമ്പൊന്നും ഉണ്ടാവില്ല നമ്മുടെ നാട്ടിൽ. അതിപ്പോൾ ഇപ്പോഴൊന്നുമല്ല, കുറേ കാലമായിട്ട് അങ്ങനെ തന്നെയാണ്. അങ്ങനെ കുറച്ച് ഏരിയാസ് ഉണ്ട് കേട്ടോ. അതൊക്കെ ഭാവിയിൽ ക്ലിയർ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ക്ലിയർ ആവട്ടെ. ഇപ്പോൾ കുറച്ചായിട്ട് ഇതുപോലെ ഇപ്പോൾ ഈ ലോഡ് പറഞ്ഞ പോലെ ഇതിപ്പോൾ പെരിന്തൽമണ്ണക്കാണ്. ഇവിടെ നിന്ന് ഒരു 190 കിലോമീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ ഈ ലോഡ് കയറ്റി കഴിയുന്ന സ്ഥലത്ത് നിന്ന്. അങ്ങനെ ഇപ്പോൾ കുറച്ചായിട്ട് ഇതുപോലുള്ള ചെറിയ ഓട്ടങ്ങളാണ് ഈ കേരള തമിഴ്നാട് ഇതുപോലെ ഒരു 200 കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ള. ഇപ്പോൾ എന്തായാലും ഇപ്പോൾ ന്യൂ ഇയറൊക്കെ ആയി. ഇനിയിപ്പോൾ ജനുവരി മുതലൊന്ന് ചെറുതായിട്ട് ലോങ് പിടിക്കണമെന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഒന്നുകൂടിയും ഉഷാറാക്കണം. അങ്ങനെ നമ്മളിത് കയറ്റാനുള്ള സ്ഥലത്ത് ഏകദേശം എത്തിയിട്ടോ. ഇവിടെ പെരുന്തുറയിൽ ഇൻഡസ്ട്രിയൽ ഏരിയ എന്നാണ് കയറ്റാനുള്ളത്. ഇവിടെ ഒരുപാട് കമ്പനീസ്, നമ്മൾ പേര് കേട്ട് പരിചയമുള്ള ഒരുപാട് കമ്പനീസിൻ്റെ ഗോഡൗണും കാര്യങ്ങളും ഫാക്ടറികളൊക്കെ ഉള്ള സ്ഥലമാണ്. വഴി അറിയാതെ നിൽക്കുന്നു കേട്ടോ പാവം. നമ്മൾ ഇതിലൂടെ ആയിട്ട് പോകണം അതേ കമ്പനിക്കാണ് ആളെ എൻ്റെ പേര് പറഞ്ഞ് ഞാനുണ്ട് എന്ന് പറഞ്ഞ അയാൾ. ഇവിടെ ബാക്കിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആളെ 10 കിലോ വണ്ടി കേട്ടോ, വലിയ വണ്ടിയാണ്. നമ്മളെ കമ്പനീൻ്റെ ഉള്ളിൽ കയറി കേട്ടോ. ഇനി ഇവിടെ വണ്ടീൻ്റെ വെയിറ്റ് തൂക്കണം. അതിന് ശേഷം അവർ പറയും എവിടെയാണ് റിവേഴ്സ് വെക്കേണ്ടത്. അവിടെയൊക്കെ വണ്ടി എടുത്തി കണ്ടില്ലേ ആ ഷെഡിൻ്റെ ഉള്ളിൽ. അതുപോലെ നമ്മൾ വണ്ടി റിവേഴ്സ് വെച്ച് കൊടുത്ത് ഒരു ലോഡ് ചെയ്യാൻ തുടങ്ങും. വണ്ടി വെയിറ്റൊക്കെ എടുത്ത് ഇറക്കി മെല്ലെ പോയേക്കാം. എവിടെ ബാക്ക് റിവേഴ്സ് എവിടെ വെച്ച് കൊടുക്കേണ്ടത്, ലോഡിങ് പോയിൻ്റ് എവിടെയെന്ന് മെല്ലെ പോയി നോക്കാം. വണ്ടി കയറ്റാണ്ട് കേട്ടോ. നമ്മളിവിടെ കൊടുന്ന് നിർത്തിയതാണ്. അവർ നമ്മളെ വിളിക്കാമെന്ന് പറഞ്ഞിനി. ഒരുപാട് വണ്ടി കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കയറ്റിയ വണ്ടി കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിവിടെ റിവേഴ്സ് ഇട്ടു കേട്ടോ. ലോഡ് കയറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മളിപ്പം വന്ന വണ്ടികളായിരുന്നു. ഓരോ ഇതുപോലെ കയറ്റിക്കൊണ്ടിരിക്കാം. ഈ വണ്ടി വയനാട്ടിലേക്കാണ്. നമ്മൾ ബാക്കിൽ വന്നിരുന്ന നേരത്തെ ബാക്കിൽ വന്നിരുന്ന വണ്ടിയാണ്. 12 കിലോ ആണ്. നേരത്തെ 10 കിലോ നേരെ കണ്ടില്ല.
അങ്ങനെ ലോഡൊക്കെ കയറ്റി ഏകദേശം പകുതി ആവാനായി. അങ്ങനെ ലോഡൊക്കെ കയറ്റി കയറ്റാനായി. ഇനി കുറച്ചുകൂടെ ഉള്ളു. ഇനി ഒരു 10 ചാക്ക് കൂടി ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. അങ്ങനെ കയറ്റി കഴിഞ്ഞു കേട്ടോ. ഇനി വണ്ടി ഒന്ന് മാറ്റിയിട്ടിട്ട് പായൊക്കെ ഇട്ടൊന്ന് കെട്ടി സെറ്റാക്കണം. പായിട്ട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. സാധനം കോഴിത്തീറ്റ തന്നെ കേട്ടോ. കോഴിത്തീറ്റാണ്. ഇവിടെ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെ ഒക്കെ പല ഭാഗത്തേക്കും ഇവിടുന്ന് കയറി പോകുന്നുണ്ട് കേട്ടോ. കേരള, കർണാടക, തമിഴ്നാട് വണ്ടികളാണ്. അങ്ങനെ പായ കെട്ടിങ്ങി വണ്ടി ഒന്നുകൂടെ തൂക്കി. ഇപ്പോൾ തൂക്കിയാലും ഇതിൻ്റെ ബില്ല് കിട്ടുള്ളൂ. നമ്മളിപ്പോൾ വന്ന വണ്ടി പോയി. മൂപ്പരെ ബില്ലൊക്കെ കിട്ടി. ആള് വയനാട്ടിൽ കാണാം. അപ്പോൾ കുറച്ച് പോകണം. നമ്മളെക്കാൾ കുറച്ചുകൂടി പോകണം. നമ്മളെ ബില്ലിപ്പോൾ കിട്ടുമായിരിക്കും. നമ്മളെ ബില്ലൊക്കെ കിട്ടി. നമ്മളൊപ്പം വന്ന വണ്ടികളൊക്കെ പോയി ഇതുപോലെ ബില്ലൊക്കെ കിട്ടി സെറ്റായിട്ട്. അപ്പോൾ നമുക്ക് മെല്ലെ പോവാം. ഇപ്പോൾ ലോഡ് കയറ്റി അതുപോലെ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ ബില്ലിന് വേണ്ടി സമയം പോകും കേട്ടോ. അപ്പോൾ നമ്മളിത് ചെറിയ ഓട്ടമായതുകൊണ്ട് കുഴപ്പമില്ല. ഈ ലോങ്ങൊക്കെ പോകുന്ന ആൾക്കാർ ഇതുപോലെ 1.5-2 മണിക്കൂർ പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവിടെ രാവിലേക്ക് എത്താൻ പറ്റില്ല. നമ്മളപ്പോൾ ഒക്കെ സെറ്റായി നമുക്ക് മെല്ലെ വണ്ടി വിടാം. നമ്മളങ്ങനെ അവിടെ നിന്ന് റൺ ചെയ്തപ്പോൾ കോയമ്പത്തൂരൊക്കെ എത്താനായി. കോയമ്പത്തൂർ അടുത്ത് ഇവിടുന്ന് കുറച്ചുകൂടെ ഉള്ളൂ. കോയമ്പത്തൂർ നമുക്ക് ലോഡ് ഇറക്കാനുള്ള സ്ഥലത്തേക്ക് ഇവിടുന്ന് 125 കിലോമീറ്റർ കൂടെ ഉള്ളൂ. പിന്നെ ഒരു ചായയൊക്കെ കുടിച്ച് പോകാൻ നേരത്തെ ഇങ്ങനെ സൈഡാക്കിയതാ. സമയമാവുന്നേ ഉള്ളൂ. 10-11 മണി ആയിട്ടുള്ളൂ. അവിടെ രാവിലെ 6 മണി 7-8 മണിയൊക്കെ ആകുമ്പോൾ എത്തിയാൽ മതി. ചായ കുടിച്ചൊരു പൂള ചിപ്സൊക്കെ വാങ്ങി കഴിക്കാട്ടോ. ചെറിയൊരു മഴയൊക്കെ ഉണ്ട്. സമയമുണ്ട് 11:30 ആയിട്ടുള്ളൂ. സമയം ഒരുപാടുണ്ട്. മെല്ലെ പോയാൽ മതി. എന്തായാലും നമുക്ക് മെല്ലെ വണ്ടി എടുത്ത് വിടാം. ആ ഒരു വണ്ടി പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ആ വണ്ടിയിൽ ഡ്രൈവർ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഇവിടെ ഗ്യാപ്പില്ല വണ്ടി എടുത്ത് പോകാൻ. പിന്നെ നമുക്ക് മെല്ലെ വണ്ടി എടുത്ത് നൈസായി പോവാം. നമ്മൾ കോയമ്പത്തൂർ കഴിഞ്ഞു കേട്ടോ. ഇനി ഇവിടെ നിന്നൊരു കുറച്ചുകൂടെ ഉള്ളു വാളയാറ്. അത് കഴിഞ്ഞാൽ പിന്നെ കേരളമായി. വാളയാർക്ക് കുറച്ചുകൂടി എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നൊരു 35 കിലോമീറ്റർ ഉണ്ടാവും. 30-35. ഇവിടെ തമിഴ്നാട് RTO നിർത്തിയ കേട്ടോ. ഇവിടെ ഒരു 50 റുപ്യ കൊടുക്കണം RTO. നമ്മളെ വണ്ടി 6 വീലർ വണ്ടി 50, 10-12 അതിലും കൂടും. അങ്ങനെയാണ് ഇവരെ നിയമം. അങ്ങനെ നമ്മൾ മണ്ണാർക്കാട് എത്തിട്ടോ. ഇപ്പോൾ സമയം 3:51 കുറച്ചു നേരം കിടന്നുറങ്ങാനുള്ള സമയമൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ 8 മണിക്ക് ഇറക്കുള്ളൂ രാവിലെ. അപ്പോൾ കുറച്ചു നേരം കിടക്കാൻ വേണ്ടി ഇങ്ങനെ സൈഡാക്കിയതാണ്. ഇത് ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ കൂടി പോയിട്ട് ഇറക്കാണ്ട്. ഒരു 2 ഇറക്കാണ്ട്. അപ്പോൾ ആദ്യം ഇറക്കാനുള്ളത് ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ പോകണം, കുറച്ചപ്പുറത്താണ്. അത് കഴിഞ്ഞ് പിന്നെ കരിങ്കല്ലത്താണി എന്ന് പറയും, മറ്റേ പെരിന്തൽമണ്ണ അടുത്ത്. 2 ഡെലിവറി ഉള്ളത്. അപ്പോൾ കുറച്ചു നേരം കിടക്കാമെന്ന് കരുതി ഇങ്ങനെ വണ്ടി സൈഡാക്കി കിടക്കുകയാണ്. അപ്പോൾ ഓക്കെ, രാവിലെ കാണാം. കുറച്ചു നേരം കിടന്നുറങ്ങട്ടെ. അങ്ങനെ അവിടെ നിന്ന് ഒരു 6 മണിയാകുമ്പോൾ വണ്ടി എടുത്തുകൊണ്ട് പോന്നു കേട്ടോ. നമ്മൾ ഇറക്കാനുള്ള സ്ഥലത്തെത്തിയിട്ടുണ്ട്.
ഇവിടെ ഒരു 6:50 ആകുമ്പോഴത്തേന് പണിക്കാരൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ 8 മണിന്ന് വിചാരിച്ചാലും നേരത്തെ വന്നു. ഇറക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇവിടുത്തെ ഏകദേശം ഇറക്കി കഴിയാനായിട്ടോ. ഇവിടുത്തെ പണിക്കാർ നല്ല ഉഷാറാ. അങ്ങനെ ഇവിടുത്തെ ഇറക്കി കഴിഞ്ഞോട്ടോ. ഇനി അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം. അങ്ങനെ രണ്ടാമത്തെ ഡെലിവറി ചെയ്യാനുള്ള സ്ഥലത്ത് എത്തിട്ടോ. അൺലോഡ് ചെയ്യാനുള്ള സ്ഥലത്ത് ഇറക്കിക്കൊണ്ടിരിക്കുക. ഇത് മറ്റേ പിക്കപ്പിൽ ഇറക്കിയിട്ട് അവർ കൊണ്ടുപോകണം. മറ്റേത് അവരൊരു ഷോപ്പിൽ ഇറക്കിയത്. എല്ലാം കാലിയായിട്ടോ. നമ്മൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു കേട്ടോ. ലോഡെല്ലാം കയറ്റി അവർ പോയി. വണ്ടി കാലിയായി. സമയം 8:15 കറക്റ്റ് 8:15. രാവിലെ 8:15 ആയപ്പോഴത്തേനും ലോഡ് ഇറക്കി കഴിഞ്ഞു. ഇന്നലെ നമ്മളെ പോയ ലോഡ് വൈകുന്നേരം 4:30 കഴിഞ്ഞത്. അത് ഞാൻ പറഞ്ഞു, ചില ദിവസങ്ങളിൽ ചില സമയങ്ങളിൽ അങ്ങനെ ആയിരിക്കും. ആ ഒരു ദിവസം നമ്മളെ പോകും. ഇത്ര നേരത്തെ ലോഡ് എടുക്കണോണ്ട് അടുത്ത ലോഡ് എടുക്കാം. പോയിട്ട് അതിനുള്ള സമയം ഇഷ്ടം പോലെ ഉണ്ട്. ചില ദിവസങ്ങളിൽ അങ്ങനെ ആയിരിക്കും, ചില ദിവസങ്ങളിൽ ഇങ്ങനെ ആയിരിക്കും. ഇപ്പം ഞാൻ മെല്ലെ പോയി നോക്കട്ടെ. പോയിട്ട് അടുത്തൊരു ലോഡ് ആയിട്ട് വരാം.